ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്നൊരു നാടൻ സ്റ്റൈൽ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഈ ഒരു ബീഫ് കറി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് നല്ല എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ല കഷ്ണങ്ങൾ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത്, ഈ ചെറിയുള്ളിയൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള നല്ല എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇത് ടേസ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഞാനിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നുമല്ല ബീഫ് വാങ്ങിക്കുന്നത്, ഡയറക്റ്റ് റാസൽ കൈമ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു നാട്ടിലെ ആ ഒരു ടച്ചുള്ള ബീഫ് തന്നെയാണ് കിട്ടാറ്. അതുപോലെ തന്നെ ഈ ഒരു നാടൻ സ്റ്റൈൽ കറി വെക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വെക്കുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ ഈ കറി കിട്ടാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 to 3/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 3/4 to 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കൊക്കെ വേണേ, പക്ഷേ ഒരുപാട് ചേർക്കേണ്ട. നമ്മൾ ലാസ്റ്റ് കറിയാക്കി എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചേർക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. എനിക്കിവിടെ കിട്ടുന്ന ബീഫ് ഒരു 5, 6, ചില സമയത്ത് 4 ആ ഒരു രീതിയിലൊക്കെയാണ് വിസിലടിക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ബീഫിനനുസരിച്ച് നിങ്ങൾ വേവിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഞാൻ ഇത് കുക്കർ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കറി റെഡിയാക്കാനായിട്ട് മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, എങ്കിലേ ആ ഒരു നാടൻ ടേസ്റ്റുള്ള കിട്ടുള്ളൂ. അപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2.5-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഒരു 2 കപ്പോളം ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്കുള്ള പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം, കാരണം നമ്മൾ ബീഫിൽ വേവിക്കുന്ന സമയത്ത് അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഒന്ന്. ഇപ്പോൾ അത്യാവശ്യം ചെറിയ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. നന്നായിട്ടൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നവരെ നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ആദ്യം തന്നെ മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പൊടികളൊക്കെ കാണാൻ മല്ലിപ്പൊടി ഒന്ന് കുറച്ച് അധികം സമയം വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൈവെക്കാതെ തന്നെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണേ. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അടിക്കി പിടിക്കും പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത്യാവശ്യം നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണേ. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ബീഫിൽ അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കണക്കായിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ നമുക്കിത് 1/2 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു സമയത്തും ചെയ്താൽ. ഫ്ലെയിമിൻ്റെ കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്ന് വെച്ചാൽ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല വലുപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതി കേട്ടോ, കാരണം കൂടുതലായിട്ട് പുളി വേണ്ട ഈ ഒരു കറിയിൽ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഓവർ പുളി ആയിക്കഴിഞ്ഞാൽ വലിയൊരു ടേസ്റ്റ് കിട്ടില്ല, ഈ ഒരു നാടൻ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തില്ല. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കാം. കണ്ടില്ല, ഞാൻ നേരത്തെ വെള്ളമൊന്നും ഒഴിക്കാതെയല്ല വേവിച്ച് വെച്ചില്ല, പക്ഷെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ബീഫൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിക്കാൻ തന്നെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം, കാരണം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കറിക്കൊരു പച്ച ചൊവ്വയായിരിക്കും മുന്നിൽ നിൽക്കുക. കാരണം ഏതാണ്ട് സെറ്റായി വന്നിട്ടുള്ള കറിയല്ലേ, അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമോ അതിനനുസരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. കാരണം കുറച്ചുകൂടി വറ്റണ്ടെങ്കിൽ നന്നായിട്ട് വറ്റിച്ചിട്ട് ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഇപ്പം നമ്മുടെ കറി അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്, നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒന്ന് ടൈറ്റായിട്ട് കിട്ടും. എങ്കിലേ നമുക്ക് ആ ഒരു നല്ലൊരു പെർഫെക്ഷനിൽ കറി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ ഒരു നാടൻ സ്റ്റൈൽ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.